പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗബ്രിയേൽ ഗാർഷ്യ മാർക്വേസിന്റെ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന ഈ കഥയെക്കുറിച്ചും അതിന്റെ രചയിതാവിനെക്കുറിച്ചും നമുക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാം. ആദ്യം ഈ കഥ വളരെ ചുരുക്കിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കൊടുങ്കാറ്റുള്ള ഒരു ദിവസത്തിൽ പെലായോ എന്നൊരു സാധാരണക്കാരൻ തന്റെ വീട്ടുമുറ്റത്ത് ഒരു വയസ്സായ മനുഷ്യനെ കണ്ടെത്തുന്നു. അയാൾ ചെളിയിൽ മുഖം താഴെയായി കിടക്കുകയായിരുന്നു. അയാൾക്ക് വലിയ ചിറകുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് എഴുന്നേൽക്കാൻ സാധിച്ചിരുന്നില്ല. ഇത് കണ്ടപ്പോൾ പേടിച്ച പെലായോ ഭാര്യയായ എലിസന്റയെ വിളിച്ചുകൊണ്ടുവരുന്നു. അയാൾക്ക് മാലാഖയെപ്പോലെ ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിലും അവനൊരു സാധാരണ മനുഷ്യനെപ്പോലെയായിരുന്നു. അയാളുടെ തല മൊട്ടയടിച്ച് ഏതാനും മുടി മാത്രമാണ് ഉണ്ടായിരുന്നത്. കൂടാതെ വായിൽ ചുരുക്കം ചില പല്ലുകൾ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. അയാൾക്ക് പറന്നുയരാൻ കഴിയുമായിരുന്നില്ല. പെലായോയും എലിസന്റെയും ആദ്യം കരുതിയത് അയാൾ കൊടുങ്കാട്ടിൽ അകപ്പെട്ടുപോയ ഒരു കടൽ യാത്രികനാണെന്നാണ്. എന്നാൽ അവരുടെ അയൽക്കാരിയായ ഒരു സ്ത്രീ അത്ഭുതങ്ങളെ വിശ്വസിക്കുന്ന ആളായിരുന്നു. അവൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി അതൊരു മാലാഖയാണെന്ന്. മാലാഖയുടെ സാന്നിധ്യം പെലായോയുടെ രോഗിയായിരുന്ന കുട്ടിയുടെ അസുഖം മാറ്റി. ഇതിലൂടെ അവർക്ക് വലിയൊരു സാമ്പത്തിക നേട്ടമുണ്ടായി. മാലാഖയെ കാണാനായി ആളുകൾ കൂട്ടമായി അവരുടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. ഇതു മനസ്സിലാക്കിയ അവർ മാലാഖയെ കോഴിക്കൂട്ടിലടച്ച് 5 സെന്റ് പ്രവേശന ഫീസ് ഈടാക്കാൻ തുടങ്ങി. അവർ ഒരുപാട് പണം സമ്പാദിച്ച് ഒരു പുതിയ വീടുണ്ടാക്കി. ആളുകൾക്ക് ആ മാലാഖയോട് യാതൊരു ദയയുമുണ്ടായിരുന്നില്ല. കോഴികൾ അയാളെ കൊത്തുമ്പോഴും ആളുകൾ ചിറകിലെ തൂവലുകൾ പറിച്ചെടുത്ത് രോഗശാന്തിക്കു വേണ്ടി ഉപയോഗിക്കുമ്പോഴുമെല്ലാം അയാൾ നിസ്സഹായനായിരുന്നു. കാലക്രമേണ ഒരു ചിലന്തിയായി മാറിയ സ്ത്രീയെ കാണാനായി ആളുകൾ പോവുകയും മാലാഖയുടെ ജനപ്രീതി കുറയുകയും ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി. മാലാഖയുടെ ദുർബലതയൊക്കെ മാറിത്തുടങ്ങി. അവന്റെ ചിറകുകളിൽ പുതിയ തൂവലുകൾ വളരാൻ തുടങ്ങി. ഒരു ദിവസം എലിസന്റെ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ മാലാഖ പറന്നുയരാൻ ശ്രമിക്കുന്നത് കണ്ടു. ആദ്യം അവന് ബുദ്ധിമുട്ടായിരുന്നുവെങ്കിലും അവസാനം അയാൾ ആകാശത്തേക്ക് പറന്നുയർന്നു. എലിസന്റെ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. കാരണം അവനൊരു ശല്യമായിരുന്നില്ല. അവൾ അവനെ കടലിന്റെ ചക്രവാളത്തിൽ ഒരു ചെറിയ പുള്ളിയായി മാറുന്നതുവരെ നോക്കിനിന്നു. കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കഥ യഥാർത്ഥത്തിൽ മാജിക്കൽ റിയലിസം എന്ന സാഹിത്യവിഭാഗത്തിൽ പെടുന്ന ഒന്നാണ്. ഈ കഥയിൽ മാലാഖയുടെ സാന്നിധ്യം ആ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നാണ് കാണിക്കുന്നത്. സാധാരണക്കാർക്കൊരു മാലാഖയെ കണ്ടപ്പോൾ അത്ഭുതമോ ഭയമോ അല്ല ഉണ്ടായത്, മറിച്ച് അതെങ്ങനെ തങ്ങൾക്ക് പ്രയോജനപ്പെടുത്താമെന്ന് മാത്രമാണ് അവർ ചിന്തിച്ചത്. മാലാഖയുടെ വരവ് പെലായോയുടെയും ഭാര്യ എലിസന്റയുടെയും ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവാണുണ്ടാക്കിയത്. അവർക്ക് രോഗിയായ ഒരു കുട്ടിയുണ്ടായിരുന്നു. മാലാഖയെ കണ്ടെത്തിയതിനുശേഷം കുട്ടിക്ക് അസുഖം ഭേദമായി. ഈ സംഭവം നടന്നതോടെ അവർക്ക് ആ മാലാഖയോട് ദയയും സൗഹാർദ്ദവും തോന്നി. എന്നാൽ അവരുടെ ഈ നല്ല ചിന്തകൾക്ക് അധികമായുസ്സുണ്ടായിരുന്നില്ല. മാലാഖയെ കാണാൻ ആളുകൾ കൂട്ടമായി വന്നതോടെ അവർക്കതിൽ നിന്ന് പണമുണ്ടാക്കാൻ തോന്നി. അവർ മുറ്റത്തിനു ചുറ്റും വേലികെട്ടി പ്രവേശനം കാണാൻ 5 സെന്റ് വീതം ചാർജ് ചെയ്യാൻ തുടങ്ങി. ഒരാഴ്ചകൊണ്ട് അവർ വലിയൊരു തുക സമ്പാദിച്ചു. മാലാഖയുടെ സാന്നിധ്യം അവരെ ധനികരാക്കി. അവർ 2 നിലകളുള്ള വലിയൊരു വീടുണ്ടാക്കി. പക്ഷേ മാലാഖയെ പാർപ്പിച്ചിരുന്ന കോഴിക്കൂടിന് അവർ യാതൊരു ശ്രദ്ധയും നൽകിയില്ല. ഈ കഥയിലൂടെ മനുഷ്യന്റെ സ്വാർത്ഥത, സഹാനുഭൂതിയില്ലായ്മ, കൂടാതെ വിചിത്രമായ കാര്യങ്ങളോടുള്ള നമ്മുടെ പെരുമാറ്റം എന്നിവയെല്ലാം എഴുത്തുകാരൻ വരച്ചുകാട്ടുന്നു. മാലാഖ എന്ന അസാധാരണ ജീവിയെ ആളുകൾ ഒരു സർക്കസ് മൃഗത്തെപ്പോലെയാണ് കണ്ടത്. അവർക്ക് അയാളുടെ ദുരിതങ്ങളോടുള്ള സഹാനുഭൂതി ഉണ്ടായിരുന്നില്ല. മാലാഖയുടെ കഥയിലെ മാലാഖയ്ക്ക് യാതൊരു ശക്തിയുമില്ലായിരുന്നു. അവന് പറക്കാൻ പോലും കഴിയുമായിരുന്നില്ല. കോഴികൾ കൊത്തുമ്പോഴും ആളുകൾ കല്ലെറിയുമ്പോഴുമെല്ലാം അവൻ ക്ഷമയോടെയിരുന്നു. മാലാഖയുടെ അതിമാനുഷികമായ ഒരു ഗുണം ക്ഷമയായിരുന്നു. കഥയുടെ അവസാനം മാലാഖ പതിയെ പറന്നുയർന്ന് ഒരു പുള്ളിയായി കടലിന്റെ ചക്രവാളത്തിൽ മറയുന്നതോടെയാണ് കഥ അവസാനിക്കുന്നത്. എലിസന്റെ അവനെ യാത്രയാക്കി. അവൾക്കവനൊരു ശല്യമല്ലാതായി തീർന്നു. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദുർബലരും സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തരുമായി കാണുന്നവരോട് സമൂഹം എങ്ങനെ പെരുമാറുന്നു എന്നുകൂടിയാണ്. ഇനി നമുക്ക് എഴുത്തുകാരനെക്കുറിച്ച് നോക്കാം. ഈ കഥ എഴുതിയ ഗാബ്രിയേൽ ഗാർഷ്യ മാർക്വേസ് 1927-2014 ഒരു കൊളംബിയൻ നോവലിസ്റ്റും 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹാനായ എഴുത്തുകാരിലൊരാളുമാണ്. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിലെ ഏറ്റവും പ്രമുഖനായ എഴുത്തുകാരനാണ് അദ്ദേഹം.
അദ്ദേഹത്തിന്റെ എഴുത്തുരീതി മാജിക്കൽ റിയലിസം എന്ന സാഹിത്യശാഖയിലാണ് ഉൾപ്പെടുന്നത്. ഈ രചനാരീതിയിൽ യഥാർത്ഥ ലോകത്തെ മായാജാലങ്ങളോ ഭാവനയോ കലർത്തിയാണ് അവതരിപ്പിക്കുന്നത്. മാലാഖയുടെ ചിറകുകൾ ഒരു മാന്ത്രിക ഘടകമാണ്. 1982-ൽ അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചു. അദ്ദേഹത്തിന്റെ മറ്റു പ്രധാന കൃതികൾ ലവ് ഇൻ ദി ടൈം ഓഫ് കോളറ, നോ വൺ റൈറ്റ്സ് ടു ദ കേണൽ, 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് എന്നിവയാണ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ബൈ.